ഓം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീനാരായണീയത്തിൽ 2-ാം ദശകത്തിൽ ശ്ലോകങ്ങൾ 8, 9, 10. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുരേത്യഫലം യദോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്ഥൂ അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകാ ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നമസ്തേ. വിഹിത കർമ്മം ഫലാപേക്ഷ കൂടാതെ അനുഷ്ഠിക്കുക എന്നതാണല്ലോ കർമ്മയോഗം. അതിൻ്റെ ഫലം വളരെ വൈകിയേ ലഭിക്കുകയുള്ളൂ. ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് താമസിച്ചായിരിക്കുമെന്ന് മാത്രം. ഉപനിഷത് പഠനം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കാം, ജ്ഞാനയോഗം അനുഷ്ഠിക്കാം. പക്ഷേ അത് അത്ര കണ്ട് വ്യക്തമാകാത്തതിനാൽ മനസ്സിൽ ഉറച്ചിരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ ഗുരുവായൂരപ്പ, ഭക്തി തന്നെയാണ് ശ്രേഷ്ഠവും ശ്രേയസ്കരവും. ഇവിടെ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് ശ്രേഷ്ഠമായതെന്നും അത് എന്തുകൊണ്ടാണെന്നും പറയുന്നു. ഭഗവാനിൽ ഭക്തിയുണ്ടായാൽ പിന്നെ അത് വർദ്ധിക്കുകയേ ഉള്ളൂ. ആ ഭക്തി നിഷ്കാമമായി കഴിഞ്ഞാൽ ശ്രേയസ്കരമാണ് താനും. ഹരേ ഗുരുവായൂരപ്പ. ആ ഭക്തിയുടെ പ്രസാദം എത്ര മഹത്തരമാണെന്നും ഭാഗവതത്തിൽ നിന്നും തിരിച്ചറിയാനാകും. ഭക്തിപ്രസാദം നേടിയ അനേകം പേരുടെ കാര്യം ഭാഗവതം അറിയിക്കുന്നുണ്ട്. പ്രഹ്ലാദൻ, ധ്രുവൻ, കുബ്ജ, കുചേലൻ തുടങ്ങിയവർ അതിൽ ചിലർ മാത്രം. ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യനിര്യന്മലാ ബോധേ ഭക്തിപദേ യദവാപ്യുചിതതാം ആയാന്തി കിം താവത ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാജ്ഞാമന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദി വിചന്ദ്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചില മഹത്തുക്കൾ വളരെ ക്ലേശകരമായ കർമ്മയോഗമനുഷ്ഠിച്ച് മനഃശുദ്ധി നേടുന്നു. പിന്നെ ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിവയ്ക്ക് അർഹരായിത്തീരുന്നു. പക്ഷേ അതുകൊണ്ടെന്തു പ്രയോജനം?
വേറെ ചിലർ ഹൃദയശുദ്ധിയെ കാര്യമാക്കാതെ തർക്കപദത്തിൽ കൂടി ഊഹാപോഹങ്ങളിൽ കുടുങ്ങി വളരെയധികം ക്ലേശിച്ച് പരബ്രഹ്മമായ അങ്ങയെ ധ്യാനിച്ച് പല ജന്മങ്ങൾ കൊണ്ട് മോക്ഷത്തിന് അധികാരിയായിത്തീരുന്നു. കർമ്മയോഗമനുഷ്ഠിച്ച് മനഃശുദ്ധി കൈവരിക്കാൻ സാധിക്കും. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദികളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ജ്ഞാനത്തിന് അധികാരിയാകാൻ സാധിക്കും. അതുവഴി ഭക്തി കൈവരുന്നതിനും സാധിക്കും. ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരുവെന്നില്ല. ഭക്തന് നേരെ സന്യാസം കൊണ്ട് വേദചിന്തനം ചെയ്യാനും ബ്രഹ്മോപാസന വഴി ജന്മാന്തരങ്ങളിൽ മുക്തി നേടാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. എല്ലാവർക്കും ശരിയായ ബ്രഹ്മോപാസന സാധിച്ചു എന്ന് വരുന്നതല്ല. ഭക്തിയോഗ അനുഷ്ഠാനം കൊണ്ട് മുക്തി സാധിക്കാവുന്നതാണ്. ഭക്തി കൊണ്ടേ മുക്തി ലഭിക്കുമെന്ന് രാമായണം, ഭാഗവതം, ഗീത എന്നിവയിലെല്ലാം ബോധിപ്പിക്കുന്നുണ്ട്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിലുത്തമോത്തമന്മാരായുള്ളവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം. സൽഭക്തി കൊണ്ടല്ലാതെ മുക്തി സാധിക്കയില്ല. ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധം ഉദ്ധവരുടെ 4-ാം ചോദ്യത്തിലെ ഉത്തരത്തിൽ കൃഷ്ണൻ ഉപദേശിക്കുന്നു, മൽഭക്തി കൊണ്ട് തന്നെ മുക്തിയും സാധിക്കുന്നു. ഭക്ത്യാത്വനന്യയാ ശക്യ അഹമേവം വിദു അർജുന ജ്ഞാതം പ്രഷ്ടും ച തത്തേന പ്രവിഷ്ടം ച പരന്തപ. അനന്യഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാനും കാണുവാനും തത്വം മനസ്സിലാക്കാനും സാധിക്കൂ എന്ന് അർജുനനോട് ഗീതയിൽ പറയുന്നു. ഭക്തി കൊണ്ട് തന്നെ മുക്തി സാധിക്കുന്നതിന് ഭാഗവത്തിലെ ഗോപികൾ ദൃഷ്ടാന്തമാണ്. നമസ്തേ. ശ്ലോകം 10. ത്വത്ഭക്തിസ്തു കദാരസാമൃതധരേ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശദസ്ത്വന്നദീ സദ്യാസിദ്ധികരീ ജയത്യയേ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢി രസാർദ്രത ദ്രുതതരം വാദാലയാദീശ്വര. അല്ലയോ വിഭോ ഗുരുവായൂരപ്പ, അങ്ങയിലുള്ള ഭക്തിയാകട്ടെ അങ്ങയുടെ കഥകൾ കേൾക്കുമ്പോഴുള്ള കഥാരസാമൃത പ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് താനേ സിദ്ധിക്കുന്നവയാണ്. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ അതിൽ മുഴുകി ഭക്തി സിദ്ധിക്കുന്നു. തന്മൂലം ആ ഭക്തിയിൽ കൂടി ശുദ്ധജ്ഞാനമാർഗം തെളിയുകയും ആ ജ്ഞാനം മോക്ഷത്തിലെത്തുകയും ചെയ്യുന്നു. അതിനാലാണ് മറ്റ് 2 യോഗങ്ങളെക്കാൾ ഭക്തിയോഗം മികവുറ്റതായി തീരുന്നു എന്ന് പറയുന്നത്. അതായത് ഭക്തിയോഗമാണ് ഉത്തമം. കർമ്മം, ജ്ഞാനം, യോഗം എന്നിവയുടെ എല്ലാം ഉദ്ദേശം അങ്ങയിൽ ശുദ്ധഭക്തി ഉണ്ടാക്കുകയും മോക്ഷം ലഭിക്കുകയുമാണ്. മറ്റൊന്നുമില്ലെങ്കിലും ശുദ്ധഭക്തി മോക്ഷത്തിന് കാരണമാണ്. ഭഗവാൻ തന്നെ ഈ തത്വം ഗീതയിലും രാമായണത്തിലും ഭാഗവത്തിലുമൊക്കെ പറയുന്നുണ്ട്. അതിനാൽ സർവേശ്വരനായ സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിരേകം കൊണ്ടുള്ള ആ ശുദ്ധഭക്തി എനിക്ക് എത്രയും വേഗം സിദ്ധിക്കാൻ കാരുണ്യമുണ്ടാകട്ടെ. ശുദ്ധഭക്തരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ. ഭഗവാന്റെ പ്രിയം ലഭിക്കണമെങ്കിൽ ഭക്തി കൂടിയേ തീരൂ. ഭക്തനായാൽ പിന്നെ അവൻ്റെ രക്ഷാഭാരം ഭഗവാൻ നോക്കിക്കൊള്ളും. ഭക്തനായാൽ പിന്നെ
അവൻ്റെ രക്ഷാഭാരം ഭഗവാൻ നോക്കിക്കൊള്ളും. തന്മൂലം തൻ്റെ രോഗം ഭേദമായി താൻ സർവാത്മന ഭഗവത് സേവനം ചെയ്യാൻ പ്രാപ്തനാകുമെന്ന് കവി ആഗ്രഹിക്കുന്നു. നമസ്തേ. 2ാം ദശകം സമാപിച്ചിരിക്കുന്നു. അടുത്ത ദശകം 3 ഭക്തി പ്രാർത്ഥന തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നാരായണീയത്തിൽ ദശകം 3 തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും നാരായണീയവും ശ്രീമദ് ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.